പ്രീതേ, ഈ റഷ്യ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിക്കുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് ഇപ്പൊ പറയാന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത നീക്കമായി പോയി എന്നൊക്കെ പറയേണ്ടി വരും. വല്ലാത്ത നീക്കം, അതെ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം താലിബാനെ അഫ്ഗാനിസ്ഥാനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അഫ്ഗാനിസ്ഥാൻ തങ്ങളെ അതായത് താലിബാൻ പറയുന്നത് രാഷ്ട്രമായി, ഞങ്ങളെ ഒരു രാഷ്ട്രമായിട്ടൊക്കെ അംഗീകരിക്കണമെന്ന് പറഞ്ഞിരുന്നത്, ആകെ പറഞ്ഞൊരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയോടാണ്. നിങ്ങൾ അതെ, നിങ്ങൾ അംഗീകരിക്കണം. അത് ഒരു രാഷ്ട്രമായിട്ട് അംഗീകരിക്കണമെങ്കിൽ ചില നടപടിക്രമങ്ങളുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് ഒരാളെ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ആ അംഗീകരിക്കേണ്ടത് ഇന്ത്യ അംഗീകരിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇന്ത്യക്ക് ഒരു വില കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ത്യയോട് എന്ന് പറഞ്ഞത്. ആ സമയത്ത് ഇന്ത്യ പക്ഷെ ഒന്നും പറഞ്ഞില്ല. ഇന്ത്യയുടെ പ്രവൃത്തി എന്ന് പറയുന്നത് പറഞ്ഞ് ആഷ്പോഷാക്കി അങ്ങനെയൊന്നുമല്ല, വളരെ സൈലന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നതാണല്ലോ. അപ്പോൾ ഇപ്പൊ വന്നിട്ട് റഷ്യ പറയുന്ന ഞങ്ങൾ, അതായത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നു. ആ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന റഷ്യയുടെ തീരുമാനത്തിന് എന്താ പറയുക, സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചൈന കൂടി രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ അഫ്ഗാൻ ജനതയോട് വളരെ സൗഹൃദപരമായിട്ടുള്ള വിദേശ നയം പിന്തുടരുമെന്നും അവരെ ഒരിക്കലും മാറ്റി നിർത്തരുതെന്നും ഒക്കെ ചൈനീസ് വിദേശകാര്യ വക്താവൊക്കെ പറയുന്നുണ്ട്. അഫ്ഗാനിസ്ഥാന് ഈ പറയുന്നത് പോലെ 2021 അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും താലിബാൻ ഭരണകൂടം അധികാരത്തിൽ വരുന്നത്. പിന്നീട് അന്താരാഷ്ട്ര തലത്തിൽ ഇവരെ രാഷ്ട്രമായി ഒരു അംഗീകരിക്കണം എന്നുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നെട്ടോട്ടം അവിടെ നടത്തുന്നുണ്ട്. അപ്പൊ അവിടെ പല വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ ഈ പറയുന്ന പോലെ മെഡിക്കൽ എയ്ഡ്സും അരിയും ഗോതമ്പും ഒക്കെ നമ്മൾ കൊടുക്കുന്ന, അത് ഇന്ത്യ മനസ്സറിഞ്ഞ് ഒരു ബുദ്ധിമുട്ടിലാകുന്ന ഒരാളെ എങ്ങനെ സഹായിക്കണം, അത് ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. ഞങ്ങളെ നിങ്ങളൊന്നും ചെയ്യണ്ട, നമുക്കുള്ളതൊക്കെ എന്തൊക്കെയാന്നുള്ളത് അറിയാം, അത് നിങ്ങൾക്കത് ഞങ്ങൾ തരുന്നു എന്ന് പറഞ്ഞ് ഇന്ത്യ കൊടുക്കുകയാണ്, തന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഇന്ത്യ കൊടുക്കുകയുണ്ടായി. അപ്പൊ ഇന്ത്യ കൊടുക്കുമ്പോഴും അവിടെ ഒരിക്കലും ഒരു താലിബാനുമായിട്ടുള്ള വിഷയം നടക്കുമ്പോൾ അവിടെ ഒരു സിഖ് ഗുരുദ്വാരയുടെ അവിടെ തോക്കേന്തി ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പൊ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഇന്ത്യൻ വംശജരെ ഒന്നും ആക്രമിച്ചിട്ടില്ല, അവരെല്ലാം ഇവിടെ സേഫ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടേ എന്ന് പറയാം. അപ്പൊ അന്നും ഒരുപക്ഷെ മനസ്സിൽ ഇന്ത്യയുടെ നയങ്ങളോട് ഒരുപക്ഷെ താല്പര്യമുണ്ടായിരുന്നിരിക്കണം. ഇന്ത്യ പലപ്പോഴായിട്ട് ഇത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അറിയില്ല, പിന്നീട് അതിൻ്റെ ഗുണഫലം നമുക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ നിന്ന് വരുമെന്നൊക്കെ പറയാറുണ്ടല്ലോ. അതുപോലെയാണ് ഇന്ത്യയുടെ നയതന്ത്രം, രാജതന്ത്രം എന്നൊക്കെ പറയുന്നത്. ഇന്ത്യ പലപ്പോഴും ഇത്തരത്തിലുള്ള എയ്ഡും അരിയും ഗോതമ്പും എല്ലാം നൽകുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അവർക്കൊരു പക്ഷെ ഇന്ത്യയെ ഇന്ത്യ ഒരു ഇതായിട്ട് കാണണ്ട, ശത്രു രാജ്യമായി കാണണ്ട എന്നുള്ള നിലപാടൊക്കെ വന്നിട്ടുണ്ടാകാം. അപ്പോൾ ഈ റഷ്യയുടെ കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ താലിബാൻ അധികാരത്തിൽ വന്ന സമയത്തൊക്കെയും അഫ്ഗാനിസ്ഥാനിലെ എംബസികൾ അടച്ചു പൂട്ടാതിരുന്നിട്ടുള്ള ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്ന് റഷ്യയായിരുന്നു. അപ്പോൾ 2022 താലിബാൻ സർക്കാരുമായിട്ട് റഷ്യ പല അന്താരാഷ്ട്ര സാമ്പത്തിക കരാറുകളിലുമൊക്കെ ഏർപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെ തന്നെ 2025 ഏപ്രിലിൽ താലിബാനെ തീവ്രവാദ സംഘടനകളുടെ പട്ടികയിൽ നിന്ന് റഷ്യ നീക്കം ചെയ്യുകയും ചെയ്തു. ഒരിക്കൽ പെടുത്തിയതാണ്, പിന്നീട് അത് നീക്കം ചെയ്തു. റഷ്യ അവരെ പരിഗണിച്ചത് ആ ഒരു പട്ടികയിലേക്ക് പെടുത്തിയതാണ്. പക്ഷെ അവരത് 2025 ഏപ്രിലിൽ തന്നെ താലിബാനെ ഭീകരവാദ സംഘടനകളിൽ നിന്നും മാറ്റുകയും ചെയ്തു. അപ്പൊ പൂർണ്ണ നയതന്ത്ര അംഗീകാരം ലഭിക്കുന്നതിനൊക്കെ മുമ്പ് താലിബാൻ സർക്കാർ രാഷ്ട്രീയ പരിഷ്കാരങ്ങൾ അവതരിപ്പിക്കുകയും സുരക്ഷ മെച്ചപ്പെടുത്തുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്, അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നിലനിർത്താൻ വേണ്ടി. അപ്പോൾ ആ തരത്തിലുള്ള നിലനിർത്തലിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ താലിബാൻ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്ത്യയോടാണ് അവർ ഏറ്റവും കൂടുതൽ ആഭിമുഖ്യം കാണിച്ചിട്ടുള്ളത്. ഇനി വരുന്ന കാലത്ത് ഇത് എന്തായി തലതിരിയുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ക്ഷണനേരം കൊണ്ട് ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മാറിയും. അപ്പൊ ഇപ്പോൾ നമ്മളോടാണ് ഞങ്ങളെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം, തുർക്കിയുമായുള്ള വിഷയത്തിൽ സൈപ്രസിൽ പോയിട്ടാണ് മോദി ഒരു മറുപടി നൽകിയത്. അതായത് തുർക്കി പിടിച്ചു വെച്ചിട്ടുള്ള അവരുടെ ഭൂമികയിൽ നിന്നുകൊണ്ട്
മോദി പറയുകയാണ്. പിന്നെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, നമ്മുടെ അതായത് ഇന്ത്യ അംഗീകരിക്കാതെ ഇനി ഒരു ജിയോ പൊളിറ്റിക്സും ഒരു വ്യാപാരങ്ങളും ഒന്നും മുന്നോട്ട് പോകില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൂടി കഴിഞ്ഞ ദിവസം വിദേശ പര്യടനത്തിനിടെ മോദി പറയുകയും ഉണ്ടായി. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ റഷ്യ എന്ന് പറയുന്നത് നമ്മുടെ വളരെ അടുത്ത ഒരു സുഹൃത്താണ്, എത്രയോ കാലങ്ങളായിട്ട് അല്ലെ സുഹൃത്താണ്. അപ്പൊ ഈ താലിബാനിലും അത്തരത്തിൽ തന്നെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇപ്പോ നമ്മളിറങ്ങി ഡയറക്റ്റ് അതൊരു പ്രഖ്യാപനം നടത്തുന്നതിനേക്കാൾ നല്ലത് റഷ്യ അത് പറയുകയും, റഷ്യ പറയുമ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങൾ, ചൈന ആയാലും ഉത്തര കൊറിയ ആയാലും അങ്ങനെയുള്ള കുറച്ച് രാജ്യങ്ങളെല്ലാം വീണ്ടും താലിബാനെ അംഗീകരിക്കുന്നതിലേക്ക് വരും. റഷ്യക്ക് ഇപ്പോ ഈ പറയുന്നത് പോലെയുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ സൈനിക ശക്തിയിലും ബാക്കിയുള്ള കാര്യങ്ങൾ അവർ വളരെ ഉയരത്തിൽ തന്നെയാണ്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നതിന് പിന്നിൽ ഇന്ത്യയുണ്ടോ എന്ന് സംശയിച്ചാൽ അതിൽ തെറ്റില്ലാതില്ല എന്നും പറയുന്നില്ല, ഭാഗികമായിട്ടുണ്ട്. അതിനകത്ത് ഇന്ത്യയുടെ ഒരു ഹെൽപ്പ് ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. എന്നാൽ റഷ്യ കൊണ്ട് തോന്നിപ്പിച്ചത് ഒരു വേള ഇന്ത്യയുടെ ഇത്തരം കാര്യങ്ങൾ ആയിരിക്കാം, മേ ബി അത് നമുക്കറിയില്ല. നമ്മുടെ കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ എല്ലാം വളരെ, നമ്മളെ പറ്റിയിട്ട് ആരെങ്കിലും ഒരു ദോഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയെ പറ്റി ഒരു ദോഷം പറഞ്ഞു, ഇന്ത്യ പൊതുവായിട്ട് ചെയ്യുന്നത് അപ്പൊ തന്നെ അങ്ങോട്ടൊന്നും പറയില്ല, അപ്പൊ തന്നെ സ്ട്രൈക്ക് ചെയ്യില്ല, അപ്പൊ തന്നെ അറ്റാക്ക് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. ഒരു 100 ആവർത്തി പറയും, 100 ആവർത്തി മുന്നറിയിപ്പ് കൊടുക്കും. ഇതെല്ലാം കഴിഞ്ഞൊരു അറ്റ അടിയേ ഉണ്ടാവുള്ളൂ. ആ അടി അതെ, തുർക്കിയിൽ പോയത് അങ്ങനെ തന്നെയാണ്. തുർക്കിക്ക് നമ്മൾ അത്രയും സഹായം എല്ലാം ചെയ്തു കൊടുത്തിട്ട് തുർക്കി നമ്മളോട് കാണിച്ചത് തെണ്ടിത്തരം എന്ന് പറയേണ്ടി വരും. ആ തെണ്ടിത്തരത്തിന്റെ മറുപടി അപ്പൊ തന്നെ കൊടുക്കുകയല്ല ചെയ്തത്. സൈപ്രസിൽ പോയി അവിടെ നിന്നുകൊണ്ട് പറയുകയാണ് ചെയ്തത്. അപ്പൊ ഈ പറയുന്ന പോലെ സുഖോയൊക്കെ തരാം, വേണേ കുറച്ചോ ബ്രഹ്മോസും കൂടെ തരാം നിങ്ങൾക്ക്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറയുമ്പോൾ അത് തുർക്കിക്കുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ്. അപ്പൊ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റിലൂടെയാണ് ഇന്ത്യ എപ്പോഴും ഒക്കെ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മുഴുവനും ഇന്ത്യയുടെ നിലപാടുകളാണ്. ആ നിലപാടുകളിലാണ് ട്രസ്റ്റബിൾ കൺട്രി എന്നുള്ളൊരു വ്യക്തത, അല്ലെ, നിലപാടുകളിലെ വ്യക്തത വരുന്നതും. അപ്പൊ അതുകൊണ്ട് തന്നെയാണല്ലോ റഷ്യ ബാക്കിയുള്ളവർക്ക് S-400 അതും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ത്യക്ക് മാത്രമാണ് അതിന്റെ സോഴ്സ് കോഡ് ഉൾപ്പെടെ തന്നിട്ടുള്ളത്. കാരണം അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിൽ, എഞ്ചിനീയറിംഗിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിൽ ഇന്ത്യക്ക് കഴിയും. സോഴ്സ് കോഡ് കൊടുക്കാൻ നിസ്സാര കാര്യമില്ല. അത് ആർക്കും കൊടുക്കില്ല, ഒരു രാജ്യങ്ങളും കൊടുക്കില്ല. ബാക്കിയുള്ളവർക്ക് കൊടുത്തു, ഇന്ത്യക്ക് മാത്രം സോഴ്സ് കോഡ് ഉൾപ്പെടെ തന്നു എന്ന് പറയുന്നത് ഒരു വിശ്വാസ്യതയുടെ ഭാഗമാണ്. അതെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് റഷ്യ ചില ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്നത് പോലെ അല്ലെ, ATM-ന്റെ പാസ്വേഡ് ഭാര്യയ്ക്ക് കൊടുക്കുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്ന, അപ്പൊ അത്രയും വിശ്വാസ്യത ഉണ്ടെങ്കിൽ മാത്രമാണ്. അപ്പൊ ഇത് ഫലത്തിൽ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന പാകിസ്ഥാന്റെ ഭീകരതയ്ക്കെതിരെ, അതായത് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം താലിബാണ്, ഞങ്ങൾ ഇനി ഭീകരവാദം അതിലേക്കൊന്നുമല്ല, ഞങ്ങൾക്കൊരു രാഷ്ട്രമായി മുന്നേറി വരണം, അങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലേക്ക് പോകുമ്പോൾ അവിടെ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവിടെ ഐക്യപ്പെടുകയും മറ്റു രാജ്യങ്ങൾ പിന്നാലെ ഐക്യപ്പെടുകയും വരുമ്പോൾ പിന്നീട് പ്രധാനമായി വരുന്നത് ഇന്ത്യയുടെ ഒരു നിലപാടായിരിക്കും. ഈ റഷ്യയുടെ നിലപാടിന് പിന്നിൽ പോലും ഇന്ത്യയുടെ ഒരു നയതന്ത്രം ഉണ്ടോ എന്ന് പോലും നമുക്ക് ചിന്തിക്കാം. കാരണം അവിടെ ഒരു റൂട്ട് തെളിഞ്ഞു വന്നു കഴിയുമ്പോഴായിരിക്കും നമ്മുടെ ഇതിന്റെ എല്ലാ അവസാനം, ഇതിന്റെ തല എന്ന് പറയുന്നത് ഇന്ത്യയാണ് എന്ന് പോലും തെളിഞ്ഞു വരുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ അത് പാകിസ്ഥാനുള്ള വലിയൊരു അടിയായിരിക്കും. മാത്രമല്ല ഭീകരവാദത്തെ പാലൂട്ടി വളർത്തുകയും അവസാനം കൈയൊഴിയുകയും ചെയ്യുന്ന, അടി കിട്ടുമ്പോൾ കൈയൊഴിയുകയും ചെയ്യുന്ന അമേരിക്കയ്ക്കുള്ള ഒരു അടി കൂടിയായിരിക്കും.